ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ഇന്ന് പുതിയൊരു സെക്ഷനിലോട്ട് പോവാണ്. ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ റൂൾ അഥവാ ചെയിൻ റൂൾ. ഡിഫറൻസിയേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സെക്ഷനാണ് ചെയിൻ റൂൾ. ഈ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിനി ഒരുപാട് ഫങ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയിൻ റൂൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. നമുക്കറിയാമായിരുന്നു എഫ് ഓഫ് എക്സ് എന്താണെന്ന്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫങ്ഷൻ ആയിരുന്നു എഫ് ഓഫ് എക്സ്. എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? സൈൻ എക്സ്, അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x+3, അല്ലെങ്കിൽ 1/x³, റൂട്ട് എക്സ്. ഇങ്ങനെ എക്സിൻ്റെ ടേംസിലുള്ള ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ കണ്ടു. ഇതിനെല്ലാം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പല റൂൾസ് പഠിച്ചു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫങ്ഷൻസ് എഫ് ഓഫ് എക്സുകൾ. ഇതിൻ്റെ ഡെറിവേറ്റീവ്സിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തു? dy/dx ഈക്വൽ ടു f ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരുന്നു? dy/dx. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തായിരുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സിൻ്റെ ടേംസിലുള്ള ഫങ്ഷൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പോസിറ്റ് ഫങ്ഷൻസ് എന്താണെന്ന്. കോമ്പോസിറ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളതിന് ഓൾറെഡി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട്. സപ്പോസ് ജി ഓഫ് എക്സ് എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് ജി എന്ന് സിമ്പിളായിട്ട് നൊട്ടേറ്റ് ചെയ്യും. എന്താണ്? എക്സിൻ്റെ സ്ഥാനത്ത് ജി വന്നു. എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ എക്സിൻ്റെ ടേമിലുള്ള ഫങ്ഷൻ ആയിരുന്നു. അതായത് ഇപ്പോൾ സൈൻ എക്സ് ഇവിടെ എക്സിൻ്റെ ടേമിലുള്ള ഫങ്ഷൻ ആയിരുന്നു. പക്ഷേ ഈ എക്സിന് പകരമായിട്ട് ഏതോ ഒരു ജി എന്ന് പറഞ്ഞ ഫങ്ഷൻ വരികയാണെങ്കിൽ സൈൻ ജി എന്താണ്? വേറൊരു ഫങ്ഷൻ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഫങ്ഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ജി എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. അഥവാ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് വരാം. എക്സിന് പകരം എന്ത് വരികയാണ്? ജി വരികയാണ്. അപ്പോൾ എഫ് ഓഫ് ജി എന്താണ്? സൈൻ എക്സ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടത്? എഫ് ഓഫ് സൈൻ എക്സ്. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കറിയാം എക്സ് സ്ക്വയർ. എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? സൈൻ എക്സ് ഹോൾ സ്ക്വയർ. അതായത് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ. എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ ഓർ സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാം, സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷേ സൈൻ സ്ക്വയർ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മളൊരു ഫോർമുലയും ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൈൻ സ്ക്വയർ എക്സിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സൈൻ സ്ക്വയർ എക്സിൻ്റെ പ്രത്യേകത എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ഒരു കോമ്പോസിറ്റ് ഫങ്ഷനാണ്. എ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ. ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫങ്ഷൻ കയറിയ ഫോമിലുള്ളതാണ് സൈൻ സ്ക്വയർ എക്സ്. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് വരുമ്പോൾ അഥവാ എഫ് ഓഫ് ജി ഫോമിൽ വരുമ്പോൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പഠിക്കാൻ പോകുന്നത്? ചെയിൻ റൂളിൽ പഠിക്കാൻ പോകുന്നത്. ഒരു ചെയിൻ പോലെ വരിക.
ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ സെക്ഷനിൽ ഈ റിസൾട്ടാണ് if y is equal to f of g of x, then dy by dx equal to f dash of g of x into g dash of x. ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ. എന്താണ് ചെയിൻ റൂൾ? അപ്പോൾ നമ്മൾ മെയിൻ റിസൾട്ട് ചെയിൻ റൂളാണ്. ബോർഡിൻ്റെ സൈഡിലാണ് എഴുതിയെങ്കിലും ഇതാണ് നമ്മുടെ മെയിൻ റിസൾട്ട്. എന്താണ്? y എന്നത് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഏത് ഫോമുല വരുന്നു എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതൊരു എക്സാമ്പിളാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വരികയാണെങ്കിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതാണ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ റൂള്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും നമ്മൾ ഇനി സിമ്പിളായിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റൂള് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പായിട്ട് ഈ റൂൾ ഓർത്ത് വയ്ക്കുക. y is equal to f of g of x. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ വന്നാൽ dy by dx എന്താണ്? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്. അഥവാ ജി ഓഫ് എക്സിന് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ എഫ് ഡാഷ് കാണുന്നു, മൾട്ടിപ്പിൾ ചെയ്യുന്നു. എന്തുകൊണ്ട്? ജി ഡാഷ് ഓഫ് എക്സ്, ആ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഇതാണ് ചെയിൻ റൂള്. നമുക്കിനി ചെയിൻ റൂളിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. 1-2 എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സൈൻ സ്ക്വയർ എക്സിനെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇനി കാണാൻ പോകുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കിട്ടുക? അപ്പോൾ ഇതിന് മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ദി ഓൾ സ്ക്വയർ. സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ദി ഓൾ സ്ക്വയർ. ഇനി സൈൻ എക്സ് ദി ഓൾ സ്ക്വയർ നമ്മൾ എവിടെയോ കണ്ടുപരിചയമുള്ള ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലേ? ഇത് എന്ത് ഫോമിലാണ്? എക്സ് സ്ക്വയർ ഫോമിലാണ്. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് വന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ എഫ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാം, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ എന്നുള്ള ഫോം തന്നെയാണുള്ളത്. പക്ഷെ എന്താണ് ഒരു ഡിഫറൻസ് ഉള്ളത്? എക്സിന് പകരം സൈൻ എക്സ് ആണുള്ളത്. എക്സിന് പകരം സൈൻ എക്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x അറിയാം. അപ്പോൾ ഈ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? സൈൻ എക്സ് എന്ന് മാറ്റി കൊടുക്കും. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടു 2 ഇൻറ്റു 2xന് പകരം നമ്മൾ 2 സൈൻ എക്സ് ഇൻറ്റു നമ്മൾ എന്താണ് ഉള്ളിലുള്ള ഇത് നമ്മൾ ജി ആണ്. എക്സിൻ്റെ പകരമായിട്ട് അവിടെ വന്ന സാധനം സൈൻ എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ അഥവാ ഡി ബൈ ഡി എസ് ഓഫ് സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്നാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. ഈ ഒരു റൂള് നമ്മളെ മനസ്സിലുണ്ടാവണം. പക്ഷേ ഇങ്ങനെ റൂള് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വേറൊരു മെത്തേഡ് എന്ന രീതിയിലാണ്. ഇത് തന്നെയാണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്നാണ് നമ്മളെ ഫംഗ്ഷൻ ഉള്ളത്. സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം.
സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് വരുമ്പോൾ ഇതെന്താണ്, പവറാണ്, സ്ക്വയർ വന്നു. അതായത് എക്സ് സ്ക്വയറിൻ്റെ പോലെ തന്നെയുള്ള ഒരു ഫംഗ്ഷൻ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് വന്നു. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ റിസൾട്ട് ആദ്യം അപ്ലൈ ചെയ്യും. എക്സ് സ്ക്വയറിൻ്റെ റിസൾട്ട് എന്താണ്, 2x. അപ്പോൾ 2 ഇൻറ്റു എക്സിന് പകരം നമ്മൾ എക്സിൻ്റെ സ്ഥാനത്തുള്ള സൈൻ എക്സ് കൊടുക്കും. അപ്പോൾ 2 സൈൻ എക്സ് ഇൻറ്റു, അവിടെ വെച്ച് നമ്മൾ നിർത്തൂല, ഉള്ളിലുള്ള ഫംഗ്ഷൻ എക്സിന് പകരം വന്ന ഫംഗ്ഷനായ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടി മൾട്ടിപ്പിൾ ചെയ്യും. അതാണ് കോസ് എക്സ്. 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ എന്തിൻ്റെ ഫോമിലാണുള്ളത്, എക്സ് സ്ക്വയറിൻ്റെ ഫോമിലാണുള്ളത്. സോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ആദ്യം ഓർക്കും. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 2x. 2xൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെയുള്ളത് സൈൻ എക്സ് ആണ്. അപ്പോൾ നമ്മളതിന് 2 സൈൻ എക്സ് എന്ന് എഴുതും ഇൻറ്റു സൈൻ എക്സ്, എക്സിൻ്റെ സ്ഥാനത്തുള്ള സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ നമുക്കിനി കുറേ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ അത് ഈ ഒരു മെത്തേഡ് ക്ലിയർ ആവും എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, d/dx ഓഫ് 2x + 3 ദി ഹോൾ റൈസ് ടു 5. ഇവിടെയും 2 ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റത്തെ ഫങ്ഷൻ എന്താണ്, 2x + 3 ഹോൾ റൈസ് ടു 5. അതായത് അത് എന്തിൻ്റെ ഫോമിലാണ്, സം എക്സ് റൈസ് ടു 5 എന്നുള്ള ഫോമിലാണ്. പക്ഷേ എക്സിന് പകരം അവിടെ ഉള്ളത് എന്താണ്, 2x + 3. രണ്ടാമത് എക്സിൻ്റെ സ്ഥാനത്തുള്ളത് 2x + 3യും. സോ നമ്മൾ ആദ്യം എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യും. എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 5x റൈസ് ടു 4. അപ്പോൾ ഇതിനെ മാറ്റി എന്തെഴുതും, 5 ഇൻറ്റു എക്സ് റൈസ് ടു 4. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് എന്താണ്, 2x + 3 ഹോൾ റൈസ് ടു 4 ഇൻറ്റു ഈ ഉള്ളിൽ കിടക്കുന്ന 2x, എക്സിന് പകരമായിട്ട് കിടക്കുന്ന 2x + 3യുടെ ഡെറിവേറ്റീവ്. 2x + 3യുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, d/dx ഓഫ് 2x + 3 എന്താണ്, 2xൻ്റെ ഡെറിവേറ്റീവ് 2 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 2 × 1 1 2 പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 2x + 3യുടെ ഡെറിവേറ്റീവ് 2. ആൻസർ എന്താണ്, 5 ഇൻറ്റു 2 10 2x + 3 ഹോൾ റൈസ് ടു 4. ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ d/dx ഓഫ് 2x + 3 ഹോൾ റൈസ് ടു 5 കാണാൻ വന്നാൽ നമ്മൾ ആദ്യം എന്തിൻ്റെയാണ് നോക്കുക, ഈ 2x + 3നെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ്, അതായത് 5 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്തുള്ളത് 2x + 3 ഹോൾ റൈസ് ടു 4 5x റൈസ് ടു 4 ഇൻറ്റു d/dx ഓഫ് 2x + 3. d/dx of 2x + 3 is 2. 5 into 2x + 3 into 2. 5 into 2 10 2x + 3. സെയിം പ്രോബ്ലമാണ്. ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയതാണ്. ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോറി, ഇവിടെ റൈസ് ടു 4 എന്നുള്ളത് ഞാൻ മറന്നുപോയി. റൈസ് ടു 4 10 2x + 3 ഹോൾ റൈസ് ടു 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, d/dx ഓഫ് sin³ x. ഇവിടെ ഫംഗ്ഷനെ എങ്ങനെ മാറ്റി എഴുതാം, d/dx ഓഫ് sin³ എന്ന് പറഞ്ഞാൽ എന്താണ്, sin x ദി ഹോൾ ക്യൂബ്. അപ്പോൾ sin x ദി ഹോൾ ക്യൂബാണ്. ഇത് എന്തിന് ഈക്വലാണ്, x³ ഈക്വലാണ്. പക്ഷെ എക്സിൻ്റെ സ്ഥാനത്ത് ഏതാണ്, sin x ആണ്. സോ x³ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്, 3x². അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം, =
3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ള സൈൻ എക്സ്. എന്താണ് ചെയ്തത്? സൈൻ എക്സ് ഓൾ ക്യൂബിൻ്റെ ആയിരുന്നു ഡെറിവേറ്റീവ് കാണാനുണ്ടായത്. സൈൻ എക്സ് ഓൾ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫോമിലാണ്? എക്സ് ക്യൂബ് എന്നുള്ള ഫോമിലാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? 3x സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ സൈൻ എക്സ് ക്യൂബിനെ എങ്ങനെ മാറ്റി എഴുതും? എക്സ് സ്ക്വയറിൻ്റെ 3x സ്ക്വയർ തന്നെ എഴുതും. 3 ഇൻറ്റു എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? സൈൻ എക്സിന് കൊടുക്കും. 3 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു, അവിടെ വെച്ച് നിർത്തൂല, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ എക്സിന് പകരമുള്ള സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ്. അപ്പോൾ ആൻസർ എന്താണ്? 3 സൈൻ സ്ക്വയർ എക്സ് കോസ് എക്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ക്യൂബ് എക്സ് ആണ് കാണാണ്ടായിരുന്നത്. സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ദി ഹോൾ ക്യൂബാണ്. അതായത് എക്സ് ക്യൂബ് ഫോമിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഉള്ളത്. എക്സിന് പകരം സൈൻ എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് നോക്കും. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവാണ് 3x സ്ക്വയർ. സോ നമ്മളത് ഇവിടെ അപ്ലൈ ചെയ്യും. 3 ഇൻറ്റു എക്സിന് പകരമുള്ള സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ അഥവാ 3 സൈൻ സ്ക്വയർ എക്സ്, അവിടെ വെച്ച് നിർത്തൂല, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ള സൈൻ എക്സ്. ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ. ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോകും. പുറത്തുള്ള ഫംഗ്ഷൻ ആദ്യം ചെയ്യും, പിന്നെ ഉള്ളിക്ക് ചെയ്തു പോകും. സിംപ്ലിഫൈ ചെയ്യും. 3 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എക്സ് ഈസ് ഈക്വൽ ടു 3 സൈൻ സ്ക്വയർ എക്സ് കോസ് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് സ്ക്വയർ എക്സ്. ഇവിടെ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ദി ഹോൾ സ്ക്വയർ. സീക്ക് എക്സ് ദി ഹോൾ സ്ക്വയർ ഇത് എന്തിൻ്റെ ഫോമിലാണ്? എക്സ് സ്ക്വയറിൻ്റെ ഫോമിലാണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ആൻഡ് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്കുള്ള ഫംഗ്ഷനാണ് സീക്ക് എക്സ്. എക്സിന് പകരമുള്ള ഫംഗ്ഷനാണ് ഇവിടെ സീക്ക് എക്സ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. എക്സിന് പകരം നമുക്ക് എന്താണത്? സീക്ക് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 2 സീക്ക് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ള സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2 സീക്ക് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ്. അപ്പോൾ എന്തായിരുന്നു ഇവിടെ? സീക്ക് സ്ക്വയർ എക്സ് ആയിരുന്നു ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്ടായിരുന്നത്. സീക്ക് സ്ക്വയർ എക്സിന് നമ്മൾ എന്താക്കി എഴുതി? സീക്ക് എക്സ് ദി ഹോൾ സ്ക്വയർ ആക്കി എഴുതി. സീക്ക് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ ഫോമിലാണുള്ളത്? എക്സ് സ്ക്വയറിൻ്റെ ഫോമിലാണുള്ളത്. എക്സിന് പകരം സീക്ക് എക്സും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവായ 2x കൊടുക്കും. 2xന് പകരം ഇവിടെ ഉള്ള സീക്ക് എക്സ്, എക്സിന് പകരമായിട്ട് ഇവിടെ എന്താ ഉള്ളത്? സീക്ക് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ്. എക്സിന് പകരം വന്ന സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യും. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ ആൻസർ എന്താണ്? 2 സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റേസ് ടു 5x. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഓൾ റേസ് ടു 5. ഇത് ഏത് ഫോമിലാണ്? എക്സ് റേസ് ടു 5 ഫോമിലാണ്. എക്സിൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്?
ടാൻ എക്സ്. എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 5x4. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 5x4. എക്സിൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? ടാൻ എക്സ് റേസ് ടു 4 ഇൻറ്റു d/dx ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ള ടാൻ എക്സ്. ആൻസർ 5 tan റേസ് ടു 4x d/dx ഓഫ് ടാൻ എക്സ് എന്തായിരുന്നു? sec²x. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec²x. അപ്പോൾ ആൻസർ എന്താണ്? 5 tan റേസ് ടു 4x sec²x. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? tan x റേസ് ടു 5 അഥവാ tan റേസ് ടു 5x ആയിരുന്നു നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഫംഗ്ഷൻ. സോ നമ്മൾ അതിന് tan x ഓൾ റേസ് ടു 5 എന്ന് എഴുതി. ഈ ഒരു ഫംഗ്ഷൻ ഏത് ഫോമിലാണുള്ളത്? എക്സ് റേസ് ടു 5 എന്നുള്ള ഫോമിലാണുള്ളത്. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് tan x ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് നോക്കും. എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 5x റേസ് ടു 4. ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് tan x കൊടുത്ത് നമ്മൾ എഴുതി 5 tan റേസ് ടു 4x ഇൻറ്റു d/dx ഓഫ് tan x. എക്സിന് പകരം വന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 5 tan റേസ് ടു 4x ഇൻറ്റു d/dx ഓഫ് tan x. tan എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec²x. അപ്പോൾ 5 tan റേസ് ടു 4x sec²x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ d/dx ഓഫ് sec³ x. ഇതെന്താണ്? d/dx ഓഫ് sec(x) the whole cube. sec³ എന്ന് പറഞ്ഞാൽ sec(x) the whole cube. ഇത് ഏത് ഫോമിലാണ്? x³ ഫോമിലാണുള്ളത്. പക്ഷെ എക്സിന് പകരമുള്ളത് എന്താണ്? sec(x). അപ്പോൾ നമ്മൾ x³ ഡെറിവേറ്റീവ് എന്താണ്? 3x². സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ 3x². എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? sec(x)² ഇൻറ്റു d/dx ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ആരാണുള്ളത്? sec(x) ഈസ് ഈക്വൽ ടു 3sec²x ഇൻറ്റു sec(x)ൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? sec(x) tan x. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3sec²x ഇൻറ്റു sec(x). sec² ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ക്യൂബായിട്ട് മാറും. sec³ x tan x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ d/dx ഓഫ് sin 2x. ഇത് എന്ത് ഫോമിലാണ് വന്നത്? sin x എന്നുള്ള ഫോമിലാണ് വന്നത്. sin x. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് വന്നത്? 2x. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് വന്നത്? sin x എന്നുള്ള ഫോം തന്നെയാണ് വന്നത്. പക്ഷേ എക്സിന് പകരം 2x എന്ന് വന്നു. sin xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? cos x. അപ്പോൾ sin 2xൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? cos എക്സിന് പകരം എക്സിൻ്റെ സ്ഥാനത്ത് വന്ന 2x ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. ഇൻറ്റു എക്സിന് പകരം വന്നത് ആരാണ്? 2x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2xൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യും. d/dx ഓഫ് 2x. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos 2x ഇൻറ്റു d/dx ഓഫ് 2x ഈസ് 2 cos 2x. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? sin 2xൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു നമുക്ക് കാണാനുണ്ടായിരുന്നത്. sin 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin x എന്നുള്ള ഫംഗ്ഷൻ്റെ അതേ ഫോമിലാണ് വന്നത്. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് 2x ആയിരുന്നു. അപ്പോൾ നമ്മൾ sin xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം cos x. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. cos എക്സിന് പകരം എക്സിൻ്റെ സ്ഥാനത്ത് വന്ന് 2x കൊടുക്കുന്നു. ഇൻറ്റു എക്സിന് പകരം വന്ന 2xൻ്റെ ഡെറിവേറ്റീവ് cos 2x ഇൻറ്റു 2 cos 2x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് 2x മൈനസ് 3. ഇവിടെ ഫംഗ്ഷൻ എന്താണ്, ഏത് ഫോമിലാണുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഫോമിലാണുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഫോമിലാണുള്ളത്. പക്ഷേ എക്സിന് പകരം എന്താണുള്ളത്? 2x മൈനസ് 3. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് റൂട്ട് 2x മൈനസ് 3. ഇവിടെ ഫംഗ്ഷൻ എന്താണ്, എന്തിൻ്റെ ഫോമിലാണുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ള ഫോമിലാണുള്ളത്. പക്ഷേ റൂട്ട് എക്സിൽ എക്സിന് പകരം ഉള്ള സംഭവമാണ് 2x മൈനസ് 3. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1/2 റൂട്ട് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഡെറിവേറ്റീവ് എന്തായിരിക്കും? 1/2 റൂട്ട് എക്സിന് പകരം എക്സിൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? 2x മൈനസ് 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ്. എക്സിൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? 2x മൈനസ് 3 ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് 2x മൈനസ് 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 2x മൈനസ് 3. 2x മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, മൈനസ് 3യുടെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. 3യുടെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. അപ്പോൾ ആൻസർ എന്താണ്? 1/2 ഇൻറ്റു റൂട്ട് 2x മൈനസ് 3 ഇൻറ്റു 2. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോകുന്നു. ആൻസർ 1/√2x മൈനസ് 3. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് 2x മൈനസ് 3ൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് കാണാനുണ്ടായിരുന്നത്. ഫംഗ്ഷൻ റൂട്ട് എക്സ് എന്നുള്ള ഫോമിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എക്സിന് പകരം 2x മൈനസ് 3 ആയിരുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവായ 1/2 റൂട്ട് എക്സ് എന്നുള്ള റൂൾ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ എക്സിന് പകരം 2x മൈനസ് 3 കൊടുക്കുന്നു. അപ്പോൾ എന്തായി? 1/2 റൂട്ട് ഓഫ് 2x മൈനസ് 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വന്ന് 2x മൈനസ് 3യുടെ ഡെറിവേറ്റീവ്. 2x മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുന്നു. ആൻസർ 1/√2x മൈനസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി. ഇവിടെ ഫംഗ്ഷൻ ഏത് ഫോമിലാണ്? ഇ റേസ് ടു എ എക്സ് ഫോമിലാണ്. ഇ റേസ് ടു എക്സ് ഫോമിലാണ്. പക്ഷേ എക്സിന് പകരം ഇവിടെ ഉള്ളത് എന്താണ്? എ എക്സ് പ്ലസ് ബി. സോ നമുക്കറിയാം ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി. കാരണം എന്താണ്? ഇ റേസ് ടു എക്സ് ഫോമിലാണ് ഫംഗ്ഷൻ ഉള്ളത്. അതിൽ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു എക്സിന് പകരം വന്നത് ഇവിടെ എ എക്സ് പ്ലസ് ബി. ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വന്നത് എന്താണ്? എ എക്സ് പ്ലസ് ബി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി. എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ്, എ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും എ. എക്സിൻ്റെ 1 പ്ലസ് ബിയുടെ എന്തായിരിക്കും? 0. അപ്പോൾ ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി. ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് കാണാനുള്ള ഫംഗ്ഷൻ ആയിരുന്നു ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി. അതായത് ഇ റേസ് ടു എക്സ് ഫോമിൽ എക്സിൻ്റെ സ്ഥാനത്ത് എ എക്സ് പ്ലസ് ബി. സോ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യും. ഇ റേസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ള എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി കോൺസ്റ്റൻ്റ് ആണ്, 0 ആവും.
എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ അഥവാ എ ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ബൈ ഡി എക്സ് ഓഫ് 1/x² പ്ലസ് എക്സ് പ്ലസ് 1. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 1/x⁴ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ മാറ്റി x⁻⁻a എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ പവർ വന്നാൽ ന്യൂമറേറ്ററിലോട്ട് നെഗറ്റീവ് പവറായിട്ട് മാറും. അപ്പോൾ 1/x² പ്ലസ് എക്സ് പ്ലസ് 1 എങ്ങനെ എഴുതാം? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ എന്താണ് ശരിക്കും? പവർ 1 ആണ്. സോ അത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഇത് ഈക്വൽ ടു x² പ്ലസ് എക്സ് പ്ലസ് 1 ദി ഓൾ റൈസ് ടു -1 ആയിട്ട് മാറും. എന്താണ് 1/x² പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് 1/x² പ്ലസ് എക്സ് പ്ലസ് 1 ദി ഓൾ റൈസ് ടു 1 ആണ്. ഇതിനെ മാറ്റി നമുക്ക് ഈ റൈസ് ടു 1 ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് പവർ ആവും, -1 ആയിരിക്കും. x² പ്ലസ് എക്സ് പ്ലസ് 1 ഓൾ റൈസ് ടു -1. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് x² പ്ലസ് എക്സ് പ്ലസ് 1 ദി ഓൾ റൈസ് ടു -1. എക്സ് റൈസ് ടു -1 ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഉള്ളത്. എക്സ് റൈസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് x² പ്ലസ് എക്സ് പ്ലസ് 1 ദി ഓൾ റൈസ് -1 വന്നു എന്നേ ഉള്ളൂ. എക്സ് റൈസ് ടു -1 ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഉള്ളത്. എക്സിൻ്റെ സ്ഥാനത്ത് വന്നത് എന്താണ്? x² പ്ലസ് എക്സ് പ്ലസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സ് റൈസ് ടു -1ൻ്റെ ഡെറിവേറ്റീവ് കാണും. എക്സ് റൈസ് ടു -1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? nx റൈസ് ടു n -1 അല്ലേ? എക്സ് റൈസ് ടു n ഉണ്ട്. അപ്പോൾ -1 എക്സ് റൈസ് ടു -1 സിക്കൽ ടു മൈനസ് എക്സ് റൈസ് ടു -1 -2. അപ്പോൾ എക്സ് റൈസ് ടു -1ൻ്റെ ഡെറിവേറ്റീവ് ആണ് -x റൈസ് ടു -2. സോ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുക ഏതാണ്? x² പ്ലസ് എക്സ് പ്ലസ് 1 ദി ഓൾ റൈസ് ടു -2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ളത് എന്താണ്? x² പ്ലസ് എക്സ് പ്ലസ് 1 is equal to minus of x² plus x plus 1 the whole raised to -2 into d by dx of x² plus x plus 1. x² ഡെറിവേറ്റീവ് ആണ് 2x പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. സോ ആൻസർ എന്താണ്? -x² പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു 2x പ്ലസ് 1. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1/x² പ്ലസ് എക്സ് പ്ലസ് 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിരുന്നു. സോ ഇതിനെ മാറ്റി 1/x² പ്ലസ് എക്സ് പ്ലസ് 1നെ മാറ്റി നമ്മൾ എങ്ങനെ എഴുതും? x² പ്ലസ് എക്സ് പ്ലസ് 1 ദി ഓൾ റൈസ് ടു -1 എന്ന് എഴുതും. ശേഷം ഇത് എക്സ് റൈസ് ടു -1 ഫോമിലാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -1 ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് റൈസ് ടു -2. ആ ഒരു റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. സോ -x² പ്ലസ് എക്സ് പ്ലസ് 1 ഓൾ റൈസ് ടു -2. എക്സിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു വാല്യൂ കൊടുക്കുന്നു.
ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ദി ഹോൾ റൈസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ റൈസ് ടു മൈനസ് 2 ഇൻറ്റു 2x പ്ലസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ 3x. ഇവിടെ ഫംഗ്ഷൻ ഏത് ഫോമിലാണുള്ളത്? ടാൻ എക്സ് എന്നുള്ള ഫോമിലാണുള്ളത്. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? 3x ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്കിതിനെ മാറ്റിയിട്ട് സീക്ക് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ള 3x. ആൻസർ സീക്ക് സ്ക്വയർ 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 3x 3. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. 3 സീക്ക് സ്ക്വയർ 3x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് log of log x. ഇവിടെ ഫംഗ്ഷൻ ഏത് ഫോമിലാണുള്ളത്? log x ഫോമിലാണുള്ളത്. പക്ഷേ എക്സിന് പകരം ഇവിടെ എന്താണുള്ളത്? എക്സിന് പകരമുള്ളത് log x. log എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? 1/x ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് log എക്സ് ആണ്. അഥവാ log ഓഫ് log എക്സ്. log എക്സ് എന്ന ഫംഗ്ഷനിൽ എക്സിന് പകരം log എക്സ് ആണുള്ളത്. സോ ഡെറിവേറ്റീവ് കാണുമ്പോൾ ആദ്യം നമ്മൾ ഈ ലോഗിൻ്റെ ഡെറിവേറ്റീവ് കാണും. log എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. 1/xൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? log എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ള സംഭവം ഫംഗ്ഷൻ log എക്സ് is equal to 1/log x into d by dx of log x. log xൻ്റെ ഡെറിവേറ്റീവ് 1/x is equal to 1/x log x. ഇവിടെ ഫംഗ്ഷൻ എന്തായിരുന്നു? log ഓഫ് log x അഥവാ log x എന്നുള്ള ഫംഗ്ഷനിൽ എക്സിന് പകരം log x വന്നു. അപ്പോൾ log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. എക്സിന് പകരം ഇവിടെ വന്നത് log x. അപ്പോൾ 1/log x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിന് പകരം വന്ന log x. അപ്പോൾ 1/log x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് log x 1/x. ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/x log x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് റൂട്ട് എക്സ്. ഇവിടെ ഫംഗ്ഷൻ ഏത് ഫോമിലാണ്? സീക്ക് എക്സ് ഫോമിലാണ് അല്ലേ? പക്ഷെ എക്സിന് പകരം ഇവിടെ വന്നത് എന്താണ്? റൂട്ട് എക്സ് ആണ്. സോ നമ്മൾ ആദ്യം നോക്കുക സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ നമുക്ക് സീക്ക് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കൊടുക്കാം? സീക്കിൻ്റെ ഡെറിവേറ്റീവായ സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സിന് പകരം ഇവിടെ വന്നത് റൂട്ട് എക്സ്. ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വന്ന് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് റൂട്ട് എക്സ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/2 റൂട്ട് എക്സ്. ദിസ് ഈസ് ദ ആൻസർ. സോ ക്വസ്റ്റൻ എന്തായിരുന്നു? ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് റൂട്ട് എക്സ്. ഫംഗ്ഷൻ സീക്ക് എക്സ് എന്നുള്ള ഫോമുല വന്നത്, ബട്ട് എക്സിൻ്റെ സ്ഥാനത്ത് റൂട്ട് എക്സ്. സോ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്
പക്ഷെ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്തുള്ള റൂട്ട് എക്സ് ആണ്. സോ ആൻസർ എന്തായിരിക്കും? സീക്ക് റൂട്ട് എക്സ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വന്ന റൂട്ട് എക്സ്. സോ ആൻസർ എന്തായിരിക്കും? സീക്ക് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്.